ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മേഖലയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ നേടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? കാരണം ഇന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് മാത്രം ഒരു കമ്പനി ഒരു സ്റ്റുഡൻറ്റും ജോലി കൊടുക്കാൻ പോകുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുക എന്നത് മാത്രമല്ല ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോബ് റോൾ അത് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കിൽ സെറ്റുകൾ ആവശ്യമാണ്. പക്ഷേ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചു പോകാറുള്ളൂ. ഏതെങ്കിലും 2 മാസത്തെയോ 4 മാസത്തെയോ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു കോഴ്സ് മാത്രം പഠിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു മാനേജർ ലെവലിലേക്കുള്ള ജോബൊന്നും നമുക്ക് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്ന് ഒരുപാട് അവസരങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നമ്മുടെ നാട്ടിലായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കമ്പനീസിന് വേണ്ട രീതിക്കുള്ള റോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആവശ്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കണം, ബ്രാൻഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. SEO തന്നെ അഡ്വാൻസ് ഐഡിയ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയുടെ തന്നെ സോഷ്യൽ മീഡിയ അഡ്വാൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ടൂൾസിനെ കുറിച്ചും അതേപോലെ Web3നെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ഐഡിയ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളൊക്കെ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത്രയും ടേംസ് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇതൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കേട്ടോ, നല്ലൊരു കമ്പനീസ് ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പക്ഷേ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള സ്കിൽ സെറ്റ് ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിനൊപ്പം തന്നെ ഗ്ലോബൽ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രിയും കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസ് പഠിക്കാനായിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്.